ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് കുറച്ച് കൃഷിക്കാഴ്ചകൾ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിക്കുന്നു. ഏത്തക്കുലകളാണിത്. വിൻ്ററിലുണ്ടായതുകൊണ്ട് ഇതിനത്ര സൗന്ദര്യമില്ല, കായ്ക്കൊന്നും വലിയ വലിപ്പമില്ല. ഇത് പൂവനാണ്, മൊത്തം കുത്തും പാണ്ടുമാണ്. പക്ഷേ കഴിച്ച് നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ സംഭവം. ഇതും ഏത്തക്കുലയാണ്. പക്ഷേ വിൻ്ററിലുണ്ടാകുന്ന കായ്ക്ക്, വിൻ്ററിൽ ഇവിടെ എന്തുണ്ടായാലും ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു സൗന്ദര്യക്കുറവ് അല്ലെങ്കിൽ ഒരു മിടുക്ക് കുറവ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക, കാഴ്ചയ്ക്ക് അത്ര ഇതുണ്ടാവില്ല. പക്ഷേ ടേസ്റ്റിന് കുഴപ്പമുണ്ടാവില്ല, പക്ഷേ കാഴ്ചയ്ക്ക് അത്ര പോലെ. അപ്പോൾ നമുക്ക് ആൾക്കാർക്ക് കൊടുക്കാനൊന്നും പറ്റില്ല. പക്ഷേ ഇതിൽ ഉള്ളതിൽ നല്ലൊരു കൊല നമ്മുടെ ഒരു സ്നേഹിതന് വേണമെന്ന് പറഞ്ഞിട്ട് അത് പുള്ളിക്ക് ഞായറാഴ്ച കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നു. പുള്ളി നമ്മളുമായിട്ട് വലിയ ലോഹിത്തിലുള്ളൊരു കക്ഷിയാണ്, നമ്മുടെ ഇന്ന് എപ്പോഴും സാധനങ്ങൾ മേടിക്കാറുള്ള കക്ഷിയാണ്. ഇത് ഈ വർഷത്തെ ആദ്യത്തെ കോവയ്ക്കയാണ്. ഈ വർഷം അത്യാവശ്യം കോവയ്ക്ക കിട്ടുമെന്ന് എനിക്ക് പ്രതീക്ഷിക്കുന്നു, കാരണം ഞാൻ കുറച്ച് കൂടുതൽ കോവൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ആപ്പിള്. ഈ ആപ്പിൾ ട്രീയിൽ കഴിഞ്ഞ വർഷം എനിക്കൊരു 10-30 ആപ്പിൾ കിട്ടിയിരുന്നു. അതൊരു 2 മീറ്റർ ഹൈറ്റേ ഉള്ളൂ. ഒരു അല്പപ്രാണി പോലത്തെ ഒരു ആപ്പിൾ ട്രീ ആണ്, പക്ഷേ അതിലിഷ്ടംപോലെ ആപ്പിളുണ്ട്. 2 കാര്യങ്ങളാണ് ലാസ്റ്റ് ഇയർ ഞാൻ ഫേസ് ചെയ്തത്. ഒന്ന്, കൊക്കറ്റ് എന്ന് പറയുന്നൊരു ബേർഡ് വന്നിട്ട് ഇതിൻ്റെ ശിഖരങ്ങളിലിരിക്കുകയും ശിഖരങ്ങൾ കടിച്ച് തിന്നുകയും, ആപ്പിളും തിന്നും ശിഖരങ്ങളും തിന്നും. അപ്പോൾ ഇത് കംപ്ലീറ്റ് ശിഖരങ്ങളെല്ലാം ഒടിച്ചിട്ടിട്ട് പോകും. അതാണ് കഴിഞ്ഞ വർഷം ഫേസ് ചെയ്തൊരു ഇഷ്യൂ. ഈ വർഷം എങ്ങനെയാണെന്ന് അറിയില്ല. കൊക്കറ്റീസ് ഉണ്ട്, വരുമോയെന്ന് അറിയില്ല, നോക്കാം. കണ്ടോ, ഇപ്രാവശ്യം ഉണ്ട് ഒരു 10-30ഓളം ആപ്പിളുണ്ടായില്ല. പിന്നെ നമ്മുടെ കുറച്ച് ചുവന്ന ചീര, പച്ചച്ചീരയുണ്ട് കേട്ടോ. പച്ചച്ചീര കുറച്ച് താഴെയായിട്ട് പച്ചച്ചീരയുണ്ട്. ഇത് ചുവന്ന ചീര. ഇത് ഈ ചെടിയുടെ പേരാണ് മങ്കി ടെയിൽ. ഇത് ഞാൻ ഇതിന് മുമ്പ് ഇട്ടിരുന്നു. പക്ഷേ ഇത് ഇപ്പോൾ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ മങ്കി ടെയിലിൽ പൂവുണ്ടാകുന്നത്, ഈ ചുവന്നത് കണ്ടോ, ഈ പൂവുണ്ടാകുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കുരങ്ങൻ്റെ വാല്, അപ്പോൾ അതിൽ പൂവുണ്ടായി. അതിങ്ങനെ കാക്ടസ് വിഭാഗത്തിലാണ്, കള്ളിച്ചെടി വിഭാഗത്തിൽ പെടുന്ന ഒരു ചെടിയാണ് കണ്ടത്. ഇത് നമ്മുടെ കാശ്മീരി ചില്ലി ആണ്. അപ്പോൾ ഇത് ഒരു ബണ്ടായിട്ടിങ്ങനെ കാശ്മീരി ചില്ലി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മുടെ സ്വന്തം കാന്താരിയുണ്ട്. അപ്പം ഇത് മുളകിൻ്റെ ഫാമിലി എല്ലാവരും കൂടെ ഒരുമിച്ച് സുഖമായിട്ട് ഒരു ബണ്ടിൽ നിൽക്കട്ടെ എന്ന് കരുതി. അവർക്ക് കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറയാമല്ലോ. വലിയവരും ചെറിയവരും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് അവർ ഇല്ലാതാക്കി നല്ല സംസാരങ്ങളൊക്കെ ആയിട്ട് സമയം ചിലവഴിക്കട്ടെ, മാനസിക ഉല്ലാസം കണ്ടെത്തട്ടെ എന്ന് വിചാരിച്ചിട്ട് കാന്താരിയും കാശ്മീരി ചില്ലിയും കൂടെ ഒരുമിച്ചങ്ങ് വിട്ടു. അസമത്വത്തിൻ്റെ ചിലമ്പൊലി നമുക്ക് വേണ്ട, നമുക്ക് സമത്വത്തിൻ്റെ മതി എന്ന് കരുതി. പിന്നെ അതിൽ ചേർത്ത് ഇപ്രാവശ്യം ഞാൻ കുറച്ച് പച്ചപ്പയർ ഗ്രോ ബാഗിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കുകയാണ്. ഈ ഒരു 15ഓളം ഗ്രോ ബാഗ് ഉണ്ട്. അതിൽ ഞാൻ പയർ കിളിപ്പിച്ചിട്ട് വെച്ചിട്ടുണ്ട്, നമ്മുടെ പച്ചപ്പയർ. അപ്പോൾ അതിന് ഒരു ട്രെല്ലീസ്, അതായത് കയറാൻ വേണ്ടിയിട്ടുള്ള ചെറിയ പന്തലും സെറ്റപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വെയിറ്റ് ആൻഡ് സീ. അപ്പോൾ അതിനോട് ചേർത്ത് തന്നെ നിൽക്കുന്ന വാഴയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏത്തക്കൊല, ബ്ലൂ ജാവ. ഈ കാണുന്നതാണ് ബ്ലൂ ജാവ.